നമസ്കാരം എല്ലാവർക്കും. കഴിഞ്ഞ വീഡിയോ OPC കുറിച്ചായിരുന്നു. ഇന്നൊരു റിക്വസ്റ്റ് ചെയ്ത മറ്റൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോകൾ കാണുന്നതിൽ സന്തോഷം. അഭിപ്രായങ്ങൾ വരുന്നുണ്ട്, ഒത്തിരി കമൻറ്റ്സ് വരുന്നുണ്ട്, ഒരുപാട് വാട്സപ്പിൽ നിന്നൊക്കെ മെസ്സേജ് വരുന്നുണ്ട്. സന്തോഷം. ഇന്ന് CA ഇൻ്ററിൻ്റെ ലോ പേപ്പറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വിഷയമാണെന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇത് പൊതുവേ കുട്ടികൾ അധികം നോക്കാത്തൊരു ഏരിയ ആണെന്നാണ് ഈ വിളിച്ചവരൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാമോ എന്ന് ചോദിച്ചു. ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. ഷെയർ ക്യാപിറ്റൽ ആണ് ബേസിക്കലി. അതിൽ നിന്നുള്ള ഏരിയ ആണ്. പ്രോസ്പെക്ടസ് ചാപ്റ്ററിലാണ് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സിലബസിൽ. ഈ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ച് തുടങ്ങുന്ന മുമ്പ് കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്കറിയാം. ബേസിക്കലി 2 ടൈപ്പ് കമ്പനി, പ്രൈവറ്റ്, പബ്ലിക്, പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്നതല്ലേ. അതിൽ ക്യാപിറ്റൽ ഇല്ലാതെ കമ്പനികൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, വലിയ വലിയ സംരംഭങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമുക്കറിയാം. ക്യാപിറ്റലാണ് ഫിനാൻഷ്യൽ സോഴ്സ്, മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ, മൂലധനം. അപ്പോൾ ഇത് പല രീതിയിൽ കിട്ടും, പല സോഴ്സ് വഴി കിട്ടും. പബ്ലിക് കമ്പനിക്ക് നിങ്ങൾക്കറിയാം ഷെയർ ക്യാപിറ്റൽ ഓഗ്മെൻറ്റ് ചെയ്യാൻ പബ്ലിക് ഇഷ്യൂ നടത്താം. ആദ്യമായിട്ടാണെങ്കിൽ ഇനിഷ്യൽ പബ്ലിക് ഓഫറായിട്ട് പോവാം അല്ലേ. പക്ഷേ പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചോളം സോഴ്സിന് കമ്പാരിറ്റീവ്ലി പബ്ലിക്കിനെ ആശ്രയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ആ കമ്പനിയെ നമ്മൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത്. ബിക്കോസ് ദേ കനോട്ട് ഇൻവൈറ്റ് പബ്ലിക് ടു ഇൻവെസ്റ്റ് ഇൻ ദിയർ കമ്പനി അറ്റ് ലാർജ്. അതുപോലെ തന്നെ അവർക്ക് IPOക്ക് ഒരിക്കലും പോകാൻ പറ്റത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സംശയം, പ്രൈവറ്റ് കമ്പനികൾക്ക് വലിയ സംരംഭങ്ങൾ ചെയ്യുന്ന ഒത്തിരി പ്രൈവറ്റ് കമ്പനീസ് ഉണ്ട് ഇവിടെ അല്ലേ. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ക്യാപിറ്റൽ കിട്ടുന്നതെന്നുള്ളത്. അപ്പോൾ അവർക്കൊരു സോഴ്സ് വേണം. അപ്പോൾ പണ്ട് 2013 ആക്ട് വരുന്നതിന് മുമ്പ്, കമ്പനീസ് ആക്ട് വരുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച നടത്തുകയാണ്. ഈ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, പ്രൈവറ്റായിട്ട് ഇക്വിറ്റി ഫണ്ട് കളക്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. 2013 ആക്ട് വന്നപ്പോൾ അത് ഫുള്ളി ലീഗലൈസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനുള്ള മാർഗം വളരെ വ്യക്തമായിട്ട് കമ്പനീസ് ആക്ടിൽ പ്രത്യേക പ്രൊവിഷനുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂലും വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. പൊതുവെ കുട്ടികൾ വളരെ നല്ല രീതിയിൽ ഡീപ്പായിട്ട് പഠിക്കുന്നില്ല എന്നാണ് പൊതുവെയുള്ളൊരു ഫീഡ്ബാക്ക്. അപ്പോൾ സെക്ഷൻ 23 നമ്മൾ പറയുന്നത്. കാരണം 23 പബ്ലിക് ഓഫർ ആൻഡ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് കമ്പനീസ് ആക്ട് 2013 പറഞ്ഞിരിക്കുന്നത്. അതിൽ ആദ്യം പറയുന്നത് സെക്ഷൻ 23 സബ്സെക്ഷൻ 1 പബ്ലിക് കമ്പനിയുടെ സോഴ്സസ് ആണ്. ഒന്ന് അതിൽ പബ്ലിക് ഇഷ്യൂ ഒബ്വിയസ്ലി, 2 എഗെയിൻ അവർക്കും പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് ഉണ്ട്, 3 ബോണസ് അല്ലെങ്കിൽ റൈറ്റ്സ് ഇഷ്യൂ. എന്നാൽ സബ്സെക്ഷൻ 2 വന്നാൽ, 23 സബ്സെക്ഷൻ 2 വന്നാൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ക്യാപിറ്റൽ സോഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ അത് ഒബ്വിയസ്ലി നേരത്തെ പറഞ്ഞ 3 ഒരെണ്ണം കാണത്തില്ല. ഏത് കാണത്തില്ല? പബ്ലിക് ഇഷ്യൂ കാണത്തില്ല. അപ്പോൾ പ്രൈവറ്റ് കമ്പനിക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റും, 2 എഗെയിൻ റൈറ്റ്സോ ബോണസ് ഷെയർസോ ചെയ്യാം. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത്. സോഴ്സസ് ഓഫ് ഫണ്ട് സെക്ഷൻ 23 നോക്കണം. സബ്സെക്ഷൻ 1 പബ്ലിക് കമ്പനിക്കും, സബ്സെക്ഷൻ 2 വന്നിട്ട് പ്രൈവറ്റ് കമ്പനിക്കും. അവിടെ വ്യക്തമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെക്ഷൻ 23 സബ്സെക്ഷൻ 2 പ്രൈവറ്റ് കമ്പനിക്ക് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിന് പോവാം എന്ന് എഴുതിയിട്ടുണ്ട്. ശരിയല്ലേ? ഇനി പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എങ്ങനെ പോവാം? അതിന് മുമ്പേ തുടങ്ങട്ടെ. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എങ്ങനെ പോവാം എന്ന് പറയുന്ന മുമ്പ് എന്താണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്? വാക്യത്തുണ്ട് പ്രൈവറ്റ് പ്ലസ് പ്ലേസ്മെൻറ്റ്. പ്രൈവറ്റായിട്ട് രഹസ്യമായിട്ട് കുറച്ച് പേർക്ക് മാത്രം സെലക്ട് ചെയ്ത് പബ്ലിക് ആവാത്ത രീതിയിൽ കുറച്ച് പേർക്ക് മാത്രം ഷെയർ ഇഷ്യൂ ചെയ്യുന്ന മാർഗത്തിനെയാണ് കുട്ടികളെ നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. ഷെയർസ് ആർ പ്ലേസ്ഡ് പ്രൈവറ്റ്ലി. മനസ്സിലായല്ലോ? പബ്ലിക് കമ്പനിക്ക് അങ്ങനെയല്ല. പബ്ലിക് ഇഷ്യൂ ഇറ്റ് ഇസ് നോട്ട് പ്ലേസ്ഡ് പ്രൈവറ്റ്ലി, ഇറ്റ് ഈസ് പ്ലേസ്ഡ് വൈഡ്ലി, ഓപ്പൺലി. ആർക്കും വേണമെങ്കിലും ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ആർക്കും ഇവിടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ പ്രൈവറ്റ് കമ്പനി മുൻകൂട്ടി തന്നെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് മാത്രം ഈ ഷെയർ ഇഷ്യൂവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓഫർ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. ഇതിന് പ്രത്യേക സെക്ഷനുണ്ട്, 42 കമ്പനീസ് ആക്ടിലെ 42 എന്നുള്ള സെക്ഷൻ നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അവിടെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സും എങ്ങനെ ഈ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഒരു പ്രൈവറ്റ് കമ്പനിക്ക് നടത്താമെന്നും അതിൻ്റെ കണ്ടീഷൻസും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെക്ഷൻ 42 എടുത്ത് നോക്കിയെന്നുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷനിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് മീനിങ് പറയുന്നുണ്ട്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് മീൻസ് എനി ഓഫർ ഓർ ഇൻവിറ്റേഷൻ, ഒരു ഓഫറോ ഒരു ഇൻവിറ്റേഷനോ ടു സബ്സ്ക്രൈബ്, അവിടെയും സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, പക്ഷേ ടു എ സെലക്ട് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്, വളരെ ഓൾറെഡി തന്നെ മുൻകൂട്ടി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് പേഴ്സണിന് മാത്രം ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൈവറ്റ്. അപ്പോൾ ഒരു ഡെഫിനിഷനുണ്ട്. എക്സ്പ്ലനേഷൻ ടു സെക്ഷൻ 42 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഡെഫിനിഷൻ നിങ്ങൾക്ക് കാണാം. മനസ്സിലായത്? ഡെഫിനിഷൻ എക്സ്പ്ലനേഷനുള്ള വ്യത്യാസം അറിയായിരിക്കും. എക്സ്പ്ലനേഷൻ ഈസ് ആപ്ലിക്കബിൾ ഓൺലി ടു ദാറ്റ് പർട്ടിക്കുലർ സെക്ഷൻ, ബട്ട് ഡെഫിനിഷൻ ഈസ് ആപ്ലിക്കബിൾ ടു ദ എൻറ്റയർ ആക്ട്. അതാണ് തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ഞാൻ പറയുന്നതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയാൻ പാടില്ല, എക്സ്പ്ലനേഷനാണ്. ഈ സെക്ഷനിൽ വേണ്ടിയുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷനാണ്. മനസ്സിലായില്ലേ?
അപ്പോൾ കുട്ടികളെ ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ മനസ്സിലായി, പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രം ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. പബ്ലിക് കമ്പനിക്ക് ചെയ്യാം, പ്രൈവറ്റ് കമ്പനിക്ക് ചെയ്യാം. പക്ഷേ പ്രൈവറ്റ് കമ്പനി ആയിരിക്കും കൂടുതലും പോകുന്നത്. കാരണം പബ്ലിക് കമ്പനിക്ക് പബ്ലിക് ഇഷ്യൂ എന്ന് മറ്റൊരു മാർഗ്ഗം ഉള്ളതുകൊണ്ട് പ്രൈവറ്റ് കമ്പനിക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഒബ്വിയസ്ലി പ്രൈവറ്റ് കമ്പനീസ് ക്യാപിറ്റൽ ഓഗ്മെന്റ് ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷനായിട്ട് യൂസ് ചെയ്യുന്നത് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആണ്. സെക്ഷൻ 23 ആണ് ഇതിൻ്റെ ആസ്ഥാന സെക്ഷൻ. സെക്ഷൻ 23 സബ്സെക്ഷൻ 2 പ്രൊസീജിയർ പറഞ്ഞിരിക്കുന്നത്, ഓഫർ കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 42. ഇനി നമുക്ക് 42 കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 42 പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കമ്പനീസ് PAS റൂൾ, പ്രോസ്പെക്ടസ് ആൻഡ് അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് റൂൾസ് 2014 കൂടെ ചേർത്ത് വേണം വായിക്കാൻ. കാരണം അതിൻ്റെ ഇതര പ്രൊവിഷൻസ്, പ്രൊസീജിയേഴ്സ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ റൂളിലാണ്. അപ്പോൾ രണ്ടും കൂടെ ചേർത്താണ് സാർ ഇപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താൽ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നടത്താം, അതിനുള്ള പ്രൊസീജിയർ എന്താണെന്ന് സാർ പറഞ്ഞുതരാം കേട്ടോ. ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വാഭാവികമായിട്ടും ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ അതൊക്കെ ബേസിക്സ് കാര്യങ്ങളുണ്ടെങ്കിലും ഷെയർ ഹോൾഡേഴ്സ് നിന്നും പ്രയറായിട്ട് സ്പെഷ്യൽ റെസൊല്യൂഷൻ അപ്രൂവൽ EGM-ലോ AGM-ലോ അപ്രൂവൽ എടുത്താൽ മാത്രമേ ആ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒബ്വിയസ്ലി ആദ്യം ബോർഡ് അപ്രൂവൽ വേണം അല്ലേ, ബോർഡ് അപ്രൂവൽ വേണം. 2 ഷെയർ ഹോൾഡേഴ്സിൻ്റെ സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം. ഇതാണ് ബേസിക് ആയിട്ടുള്ള സെക്രട്ടേറിയൽ ആയിട്ടുള്ള ആവശ്യം. ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ടത് എത്ര പേർക്ക് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. ആക്ട് നോക്കുകയാണെങ്കിൽ പറഞ്ഞുകൊണ്ട് 50 പേർക്കാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നടത്താൻ പറ്റുന്നത്, ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വഴിയേ നമുക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ റൂളിൽ നോക്കിയെന്നുണ്ടെങ്കിൽ അസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്ന് 50 പറയുന്നുണ്ട്, 50 ഓർ അസ് മേ ബി പ്രിസ്ക്രൈബ്. അപ്പോൾ റൂൾ നോക്കുകയാണെങ്കിൽ അപ് ടു 200 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന് രണ്ടിൻ്റെ കൺക്ലൂഷൻ എന്താണ്? പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ബൈ എ പ്രൈവറ്റ് കമ്പനി ക്യാൻ ബി മെയ്ഡ് അപ് ടു ഹൗ മെനി ഇൻഡിവിജ്വൽസ്? 200 ഇൻഡിവിജ്വൽസ് ആണ് മാക്സിമം. 200. കാരണം പ്രൈവറ്റ് കമ്പനിയുടെ മാക്സിമം നമ്പർ മെമ്പേഴ്സും 200 ആണല്ലോ, അതും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ വായിക്കേണ്ടത്. അപ്പോൾ 200 പേർക്ക് നമുക്ക് പ്രൈവറ്റായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യാം. പക്ഷേ ആ 200 പേരെയും നമ്മൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യണം, സെലക്ട് ചെയ്തിരിക്കണം. ആ ഗ്രൂപ്പിന് മാത്രമേ ഓഫർ ലെറ്റർ പോകാൻ പാടുള്ളൂ. ഇവിടുത്തെ ഓഫർ ലെറ്ററിൻ്റെ പേര് PPOL ആണ്, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫർ ലെറ്റർ, PPOL എന്ന് പറയും. പബ്ലിക്കേഷൻ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് PPOL സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ കൊടുക്കുന്നത്. അപ്പോൾ മാക്സിമം നമ്പർ പറഞ്ഞു 200. ഈ മാക്സിമം നമ്പർ 200-ൽ 2 കാറ്റഗറി ആൾക്കാരെ നമ്മൾ കൂട്ടാറില്ല. ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ്, അല്ലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് QAIBയും കൂട്ടരുത്. അതുപോലെ തന്നെ കമ്പനിയുടെ എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ വഴിയാണ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെയും നമ്മൾ ആ നമ്പറിനെ നമ്മൾ കൂട്ടണ്ട. സോ ഇൻ കൗണ്ടിങ് 200 യു ക്യാൻ എക്സംപ്റ്റ് QAIB ആൻഡ് എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ ഷെയർസ്, അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്ന എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ കൊടുക്കുന്ന നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാം. ഇതിന് പുറമെയാണ്, അല്ലെങ്കിൽ ഇത് എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടാണ് 200 എന്നുള്ള നമ്പർ നമ്മൾ കണ്ടുപിടിക്കുക. കേട്ടല്ലോ. ഇപ്പോൾ ബേസിക്കലി 2 പോയിന്റാണ് പറഞ്ഞത്. ആദ്യത്തിൽ എന്ത് പ്രൊസീജിയർ വേണമെന്ന് പറഞ്ഞു, ബോർഡ് അപ്രൂവൽ പ്ലസ് ഷെയർ ഹോൾഡേഴ്സ് പ്രീവിയസ് സ്പെഷ്യൽ റെസൊല്യൂഷൻ അറ്റ് എൻ EGM. രണ്ടാമത്തെ പോയിന്റ് എത്ര പേർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് എത്ര പേർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ 200. അതിൽ QAIBയും സ്റ്റോക്ക് ഓപ്ഷനും കൂട്ടത്തില്ല. മൂന്നാമത്തെ പോയിന്റ് ഓഫർ ലെറ്റർ കൊടുക്കണം. ഓഫർ ലെറ്ററിന് ഇവിടെ ഒരു പേരുണ്ട്. ഓഫർ കൊടുത്താലല്ലേ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. എനിക്കൊരു ഓഫർ കിട്ടിയാലേ എനിക്ക് ആ കമ്പനിയിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. PPOL എന്ന് പറയുന്നത് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫർ ലെറ്റർ. ഇനി നമ്മൾ നോക്കുന്നതിന് ആപ്ലിക്കേഷൻ ഫോമും പ്രിസ്ക്രൈബ്ഡ് ഫോമും കാര്യങ്ങളും എല്ലാം എൻ്റെ അകത്ത് എന്തായാലും വേണം. അതുപോലെ തന്നെ റൈറ്റ് ടു റിനൗൺസിയേഷൻ, എനിക്ക് വേണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കാം. അതൊക്കെ എൻ്റെ അകത്തുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ സെക്ഷൻ 42-ൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമല്ല നിങ്ങൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ സൂക്ഷിക്കണം, അത് പബ്ലിക് ഇഷ്യൂ ആയിട്ട് മാറും അല്ലേ. അതുകൊണ്ട് അതിനുള്ള പെനാൽറ്റിയും അതിനുള്ള കംപ്ലയൻസും സെബി കംപ്ലയൻസും ഒക്കെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും പാടില്ല, പ്രൈവറ്റ് കമ്പനീസിന് പബ്ലിക് ഇഷ്യൂ പോകാൻ പാടില്ല എന്ന് വളരെ വ്യക്തമാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ സെക്ഷൻ 42-ലും അതുപോലെ തന്നെ കമ്പനീസ് PAS റൂൾസ് 2014-ലും പറഞ്ഞിരിക്കുന്ന മാർഗ്ഗം വഴിയും പ്രൊസീജിയർ പാലിച്ച് മാത്രമേ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ചെയ്യാൻ പാടുള്ളൂ, സ്ട്രിക്ട്ലി. ഇനി എങ്ങനെ പൈസ തരണം? എനിക്കൊരു പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, ഒരു പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് ഒരു ഓഫർ കിട്ടിയെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാരണവശാലും അതിൽ ക്യാഷായിട്ട് പൈസ കൊടുക്കാൻ പാടില്ല. ചെക്കോ ബാങ്ക് ഡ്രാഫ്റ്റോ അല്ലെങ്കിൽ ഒഫീഷ്യൽ ബാങ്കിങ് ചാനൽ വഴിയോ മാത്രമേ ഈ ഇഷ്യൂവിൽ ഞാൻ പങ്കെടുക്കാൻ പാടുള്ളൂ. ഇതിൻ്റെ ഷെയറിൻ്റെ ക്യാപിറ്റൽ പൈസ കൊടുക്കാൻ പാടുള്ളൂ. മനസ്സിലായി? അത് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരിക്കലും ക്യാഷായിട്ട് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നമുക്ക് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. യു ക്യാൻ പേ ത്രൂ ചെക്ക് ഓർ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഓർ അതർ ഒഫീഷ്യൽ ബാങ്കിങ് ചാനൽസ്. പോയിന്റ് നമ്പർ 5 അല്ലെ 5 4 5 നോക്കി. 6ാമത്തെ പോയിന്റ്, ഈ കിട്ടുന്ന പൈസ വളരെ ഇമ്പോർട്ടൻ്റ്. ഈ കിട്ടുന്ന പൈസ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വഴി ഈ കിട്ടുന്ന പൈസ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, അലോട്ട്മെൻറ്റ് മൊത്തം ഷെയർസ് അലോട്ട് ചെയ്തല്ലാതെ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. സോ കമ്പനി ഷാൽ നോട്ട് യൂട്ടിലൈസ് ദിസ് മണി റൈസ്ഡ്. ഇപ്പോൾ ഞാൻ പൈസ ആയിട്ട് കൊടുത്തെന്ന് പറഞ്ഞില്ല, അത് ചെക്കായിട്ടും DD ആയിട്ടും ബാങ്കിങ് ചാനൽ കൊടുത്ത പൈസ മൊത്തം അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ് ROCയിൽ ഫയൽ ചെയ്തല്ലാതെ, റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ് ROCയിൽ ഫയൽ ചെയ്തല്ലാതെ കമ്പനി ആ പൈസ യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല. എന്തിനാണ്? അതൊരു പൂർണ്ണമായിട്ടും ജെന്യുവിൻ ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായി കുട്ടികൾ? അടുത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഫ്രഷ് ഓഫർ. ഇനി പുതിയൊരു ഓഫർ ഇപ്പോൾ കൊടുക്കാൻ പറ്റും, ഇതിൻ്റെ ഇടയിൽ ഒരു ഇഷ്യൂവിന് പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റത്തില്ല. ഓൾറെഡി നടത്തിയ
പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് മുഴുവനായിട്ടും ഇഷ്യൂ ചെയ്ത് അതിൻ്റെ റിട്ടേണൊക്കെ അലോട്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ പുതിയൊരു ഓഫറിനെ കുറിച്ച് അല്ലെങ്കിൽ PPOLനെ കുറിച്ച് ആലോചിക്കാവൂ. ദാറ്റ് മീൻസ് പൂർണ്ണമായും ഒരു ജെന്യൂൻ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആയിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അടുത്ത പോയിന്റ്, ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു പോയിന്റ്, എത്ര ദിവസത്തിന് അലോട്ട് ചെയ്യണം എന്നുള്ള. ഇല്ല, അലോട്ട് ചെയ്യുന്നത് വളരെ ക്ലിയർ ആണ്. ആപ്ലിക്കേഷൻ മണി കിട്ടി, അതായത് പൈസ കിട്ടി 60 ദിവസത്തിന് 60 ഡേയ്സിനകത്ത് എന്ത് ചെയ്തിരിക്കണം, നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്തിരിക്കണം. ഈ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഹോൾഡേഴ്സിന് ഷെയർ ഇഷ്യൂ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ റീഫണ്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്ഷനേ ഉള്ളൂ അല്ലേ, ഏതർ യു ഹാവ് ടു അലോട്ട് ഷെയർസ് ഓർ യു ഹാവ് ടു റീഫണ്ട് ഷെയർസ്. അപ്പോൾ അതിനൊരു 60 ഡേയ്സ് സമയം പറയുന്നുണ്ട്. അത് വളരെ ഈ ഡേറ്റുകളൊക്കെ പ്രത്യേകിച്ച് CA പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയ ആണ്, നമ്മൾ എന്തെങ്കിലും നോക്കിയിരിക്കണം. ഇനി ഈ കിട്ടുന്ന പൈസയെ മിസ്യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പറയുന്ന പ്രോജക്റ്റിനോ പർട്ടിക്കുലർ പർപ്പസിനോ അല്ല യൂസ് ചെയ്യണം എന്നുള്ളത് എൻഷുർ ചെയ്യാനായിട്ട് ഈ പൈസയെ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിൽ ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ മാറ്റിയിട്ടിട്ട് 2 പർപ്പസിന് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഒന്ന്, നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഷെയർ അലോട്ട് ചെയ്യാൻ യൂസ് ചെയ്യണം, അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് റീഫണ്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇത് മിസ്യൂസ് ചെയ്യാതിരിക്കാനും മറ്റുള്ള ഫണ്ടുമായിട്ട് കൺഫ്യൂഷൻ വരാതിരിക്കാനും അല്ലെങ്കിൽ മിക്സ് ചെയ്യാതിരിക്കാനും വേണ്ടി പ്രത്യേക ബാങ്ക് അക്കൗണ്ടിൽ, ഒരു ഷെഡ്യൂൾഡ് ബാങ്ക് അക്കൗണ്ടിൽ, പ്രത്യേക ബാങ്ക് അക്കൗണ്ടിലുമാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് കിട്ടിയ പൈസ നമ്മൾ പാർക്ക് ചെയ്യാനായിട്ട്. മനസ്സിലായില്ലേ? പിന്നെ റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ് ചെയ്യണം. ഒബ്വിയസ്ലി റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ് നമ്മൾ അലോട്ട് ചെയ്ത് 15 ദിവസത്തിനകത്ത് തന്നെ ROCയിൽ റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ് ഫയൽ ചെയ്തിരിക്കണം. PAS3 എന്നൊക്കെ അറിയാം, ഫയൽ ചെയ്തിരിക്കണം. ഇത്രേ ഉള്ളൂ അതിൻ്റെ അത് മെയിനായിട്ട് പറയാനായിട്ട്. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചെന്നുണ്ടെങ്കിൽ പറയാം. എങ്കിലും നമ്മളൊരു കാര്യം മറക്കരുത്, റൂൾസും കൂടെ നോക്കി വേണം. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ്സിൽ ചിലതൊക്കെ റൂൾസിൽ കിടക്കുന്നതാണ്. ഒരു പക്ഷേ ആക്റ്റോ സ്റ്റഡി മീറ്റിൽ നോക്കി ചിലപ്പോൾ പെട്ടെന്ന് കിട്ടിയെന്ന് വരുന്നത്, അതും കൂടി ചേർത്താണ് ഈ പോയിന്റ്സ് പറഞ്ഞിരുന്നത്. പിന്നെ ആ മീറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗിൽ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ്, സ്പെഷ്യൽ ബിസിനസ് ആണല്ലോ, എക്സ്പ്ലെയിൻ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഉദ്ദേശം, പർട്ടിക്കുലേഴ്സ്, ഏത് ഷെയറാണ് ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്, എന്ത് പ്രൈസിങ്ങിനുള്ള എന്ത് ജസ്റ്റിഫിക്കേഷനുള്ളത്, ആരൊക്കെയാണ് ഈ പ്രപ്പോസ്ഡ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ്, ഇത് ഈ കമ്പനീൻ്റെ വാല്യുവേഷൻ നടത്തിയിട്ടുള്ള പ്രൊഫഷണലിൻ്റെ പേര്, അതിൻ്റെ വാല്യുവേഷൻ റിപ്പോർട്ടിൻ്റെ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ദിസ് private placement is a golden opportunity for private companies to augment capital from closed people. അതാണ് പോയിട്ട്, നോട്ട് ഫ്രം പബ്ലിക് ഇഷ്യൂ നടത്താൻ പറ്റത്തില്ല. വളരെ സെലക്ട് ചെയ്ത് ഒരു 200 ഇൻഡിവിജ്വൽസിനെ സെലക്ട് ചെയ്ത് വെച്ച് അവർക്ക് PPOL കൊടുത്ത്, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫർ ലെറ്റർ കൊടുത്ത്, അവരിൽ നിന്നും ഒരുപക്ഷെ 120 പേര് അത് അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരിൽ നിന്നും നിങ്ങൾക്ക് പൈസ കളക്ട് ചെയ്യാം. ആ പൈസ കളക്ട് ചെയ്തതിനെ പ്രത്യേക ബാങ്ക് അക്കൗണ്ടിൽ സൂക്ഷിക്കുകയും അലോട്ട്മെൻറ്റ് പ്രൊസീജിയറെല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങൾ ക്യാപിറ്റൽ എന്ത് പർപ്പസിന് യൂസ് ചെയ്യുന്നു അതിനുവേണ്ടി യൂസ് ചെയ്യാം. ഷെയർ അലോട്ട് ചെയ്യാൻ യൂസ് ചെയ്യാം. ഇല്ലാത്ത പക്ഷം അത് റീഫണ്ട് ചെയ്യണം. മനസ്സിലായല്ലോ? ഷെയർ അലോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യാനായിട്ട് പറയുന്നത് 60 ദിവസം ടൈം ലിമിറ്റ് ഉണ്ട്. പിന്നെ അലോട്ട് ചെയ്യുന്ന ശേഷം 15 ദിവസത്തിനകത്ത് ROCയിൽ എന്ത് ചെയ്യണം, നമ്മൾ റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റും ഫയൽ ചെയ്യണം. അപ്പോൾ കുട്ടികൾ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം, ഇതിൻ്റെ എസൻസ് മറക്കരുത്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓൾറെഡി സെലക്ട് ചെയ്ത നിശ്ചിത സെലക്റ്റഡ് ഇൻഡിവിജ്വൽസിന് മാത്രം നടത്താൻ പറ്റുന്ന ഒരു ഇഷ്യൂവിനെയാണ്, ഷെയർ ഇഷ്യൂവിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. ഈ സർക്കിൾ വിട്ട് 200 വിട്ട് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ സെക്ഷൻ 42ലും ഈ റൂളിലും പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾ നിങ്ങൾ വയലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ അത് പബ്ലിക് ഇഷ്യൂ ആയിട്ട് കാണും. പിന്നെ അതിനുള്ള, കാരണം നിങ്ങൾ പ്രൈവറ്റാണ്, പബ്ലിക് ഇഷ്യൂ പോകാൻ പാടില്ല അല്ലേ, എങ്കിൽ പിന്നെ അതിനുള്ള പ്രൊസീജിയർ, സെബി പരമായിട്ടുള്ള പ്രൊസീജിയർ നിങ്ങൾ പാലിക്കേണ്ടി വരും. സോ ഒന്നൊരു പറയാം, ഇഫ് യു വയലേറ്റ് സെക്ഷൻ 42 and the rules thereunder, and if you don't comply with the procedures, then obviously this will not be treated as a private placement. This will be treated as a public offer, and then you have to comply with the procedures of the public offer, including the SEBI law and of the listing norms, LODR കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ICDR LODR ഒക്കെ ആപ്ലിക്കബിൾ ആവും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ കുട്ടികളെ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട നെറു പോയിന്റ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ശ്രദ്ധിക്കേണ്ട നെറു പോയിന്റ്സ് എന്തൊക്കെയാണ്? ഒന്ന്, വാട്ട് ആർ ദ കണ്ടീഷൻസ്? ഞാൻ പറഞ്ഞു, ബോർഡ് അപ്രൂവൽ, ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവൽ, സ്പെഷ്യൽ റെസൊല്യൂഷൻ, EGM. 2, റിട്ടേൺ അപ്പം അലോട്ട്മെൻറ്റ് എപ്പോൾ, റിട്ടേൺ എപ്പോൾ ഫയൽ ചെയ്യണം. റിട്ടേൺ അലോട്ട്മെൻറ്റ് എപ്പോഴും ചോദിക്കുന്നൊരു ഏരിയയാണ് ആ ഏരിയ. ഞാൻ പറഞ്ഞു, എല്ലാം പൈസ കിട്ടി, അതായത് നമ്മൾ അലോട്ട്മെൻറ്റ് ഒരു പീരീഡ് വെച്ചിട്ടുണ്ട്, 60 ദിവസത്തിനകത്ത് അലോട്ട് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ റീഫണ്ട് ചെയ്യണം. ഇല്ലെങ്കിൽ അതിൻ്റെ അകത്ത് പെനാൽറ്റിയും അതുപോലെ തന്നെ ഇൻട്രസ്റ്റും ചാർജ് ചെയ്യും. 3, ROC എങ്ങനെ ROC അറിയിക്കാനായിട്ട് പറയുന്നു, റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ് നമ്മൾ ROCയിൽ ഫയൽ ചെയ്യണം. 4, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, ഈ പൈസയുടെ എപ്പോൾ നമുക്ക് ഡ്രോ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും, അതിൻ്റെ അല്ലെങ്കിൽ ക്യാപിറ്റൽ യൂസ്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് സാർ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതായത് എല്ലാ ഷെയറും അലോട്ട് ചെയ്തതിന് ശേഷം, പെർഫെക്റ്റ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ ഇത് ക്യാപിറ്റൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ക്യാപിറ്റൽ ഷെയർ ഇഷ്യൂ ചെയ്ത് അതിന് നമ്മളെ യൂട്ടിലിറ്റിക്ക് വേണ്ടി എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ പൊതുവേ ഇതിൻ്റെ അകത്ത് വരുന്നൊരു ചോദ്യം, റൂൾ കാര്യം മറക്കരുത്. കാരണം എപ്പോഴും കുട്ടികൾ പൊതുവേ ഇൻ്റർവ്യൂവിൽ ഇത് പഠിക്കാത്ത ടോപ്പിക്കാണെന്ന് എനിക്കറിയാമെങ്കിലും റൂൾ കാര്യങ്ങൾ വരുമ്പോൾ മറക്കരുത്. റൂൾ 14 ഓഫ് കമ്പനീസ് PAS റൂൾസ്, എന്താണ് പ്രോസ്പെക്ടസ് ആൻഡ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് റൂൾസ് 2014 പ്രൊസീജിയേഴ്സും കൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാൻ. പൊതുവേ ഇതാണ് ഇപ്പോൾ ചോദിക്കുന്ന ഏരിയ. പൊതുവേ കുട്ടികൾക്ക് മനസ്സിലാവാത്ത ഈ പബ്ലിക് ഓഫറും പ്രൈവറ്റ് പ്ലേസ്മെൻറ്റും വ്യത്യാസമാണ്, അത് ശ്രദ്ധിക്കുക. പിന്നെ ഈ നമ്പർ മറക്കരുത്, 200 പേർക്കാണ് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത്. 50 ആണ് ആക്ട് പറഞ്ഞിരിക്കുന്നത്. ബട്ട് അറ്റ് പ്രിസ്ക്രൈബ് എന്ന് പറയുന്നത് അബ്സ്ക്രൈബ് ചെയ്യുന്ന റൂളാണ്. അപ് ടു 200 വരെ പോകാം. ആ 200ൽ QABയും അതുപോലെ തന്നെയാണ് നമ്മളെ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ അല്ലെങ്കിൽ എംപ്ലോയീസിന് കൊടുക്കുന്ന ഷെയർസ് നമ്മൾ എന്ത് ചെയ്യത്തില്ല, കൂട്ടത്തില്ല. ആ കമ്പ്യൂട്ടേഷൻ പർപ്പസ് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ
ഇനി ഫൈനലായിട്ട് സാർ ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്തിട്ട് നിർത്താം. അതായത് പൊതുവേ ചോദിക്കുന്ന ഒരു കാര്യം, പബ്ലിക് ഇഷ്യൂ നിങ്ങൾ ടി വിയിലൊക്കെ ഉണ്ടല്ലോ, IPO ഓപ്പൺസ് എന്നൊക്കെ പറഞ്ഞ് പത്രത്തിലും ടി വിയിലും ഒക്കെ ഒരുപാട് മാർക്കറ്റിംഗ് ടൂൾ വരും, പരസ്യങ്ങൾ വരും അല്ലേ, ഷെയർ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിനെ പബ്ലിക് ഇഷ്യൂ ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പാടില്ല, അങ്ങനെ ആവാനും പാടില്ല, അത് തെറ്റാണല്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു രീതിയിലുള്ള മാർക്കറ്റിംഗ് ടെക്നിക്സ് മീഡിയ വഴി യൂസ് ചെയ്യാൻ പാടില്ല. അതായത് നമ്മൾ പരസ്യം കൊടുത്തത് വി ആർ കമ്മിങ് വിത്ത് എ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് 200 crores എന്ന 500 crores 50 crores എന്നൊരിക്കലും വരാൻ പാടില്ല. സോ ദ ലോ ഈസ് വെരി ക്ലിയർ, നോ കമ്പനി ഗോയിങ് ഫോർ എ പ്രൈവറ്റ് ഇഷ്യൂ, ദാറ്റ് മീൻസ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, ഷുഡ് ഇഷ്യൂ എനി മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് ഇൻ മീഡിയ, യൂട്ടിലൈസിങ് മീഡിയ ഓർ അഡ്വർടൈസ്മെൻറ്റ്. അങ്ങനെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി വയലേഷൻ ഓഫ് സെക്ഷൻ 42. കാരണം അതെങ്കിൽ പിന്നെ എല്ലാ ജനങ്ങളും അറിയും അല്ലേ. നമ്മൾ ഉദ്ദേശിച്ചതല്ല. എന്താണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്? സെലക്ട് ചെയ്തിട്ടുള്ള, ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓഫറാണിത് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ അത് കോമൺ ജനങ്ങളിലോട്ട് എത്തുന്ന രീതിയിലുള്ള ഒരു പരസ്യങ്ങളോ അഡ്വർടൈസ്മെൻറ്റോ മീഡിയ വഴിയുള്ള പരസ്യവും ബ്രാൻഡിങ്ങും ഒന്നും തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. ചെയ്താൽ സെക്ഷൻ 42 വയലേഷൻ ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക, നമുക്കത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു ടോപ്പിക്കാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. സെക്ഷൻ 23, സെക്ഷൻ 23(1) പബ്ലിക് കമ്പനി, സെക്ഷൻ 23(2) പ്രൈവറ്റ് കമ്പനി. പ്രൊസീജിയേഴ്സും കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 42-ൽ. പിന്നെ അതിൻ്റെ ഫർദർ പ്രൊസീജിയേഴ്സ് പറഞ്ഞ റൂൾ 14 ഓഫ് കമ്പനീസ് PAS റൂൾസ് 2014. PPO എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ പ്രോസ്പെക്ടസ് പോലെ. മറ്റടുത്ത് പബ്ലിക്കേഷന് പ്രോസ്പെക്ടസ്, അപ്ഡേറ്റ് പ്രോസ്പെക്ടസ്, RHP റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് യൂസ് ചെയ്യുന്നത് പോലെ ഇവിടെ യൂസ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് പേരാണ് PPOL പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫർ ലെറ്റർ. എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാം. വിൽ സാർ മറ്റൊരു വിഷയമായിട്ട് വരാം. ക്രാഷ് ക്ലാസ് പറയാൻ വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും സേഫായിട്ടിരിക്കുക. CA എൻ്റെ എല്ലാ കുട്ടികൾക്കും, എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും എന്താണ് വെരി വെരി ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫും സേഫായിട്ടുള്ള ലൈഫും ആശംസിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം. ഈ വീഡിയോ നിർത്തിക്കോട്ടെ. താങ്ക് യു.